ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലെത്തുന്ന യുവതികൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കാറുണ്ട്. മാതാപിതാക്കളുടെ പിന്തുണയും താങ്ങും തണലും ലഭിച്ചില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും ചിലർ ചിന്തിച്ചു പോകും. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചൽ ജാസ്മിൻ എന്ന 28-കാരി ഭർത്താവുമായി പിണങ്ങി വീട്ടിലെത്തിയതാണ്. പിന്നീട് കേട്ടത് അവളുടെ മരണവാർത്ത. ദാമ്പത്യബന്ധം തകർന്നതിൻ്റെ മനോവിഷമത്തിൽ യുവതി ജീവനൊടുക്കിയതാകാമെന്നാണ് കരുതിയത്. എന്നാൽ പിതാവ് ജോസ് മകളെ ആശുപത്രിയിൽ എത്തിച്ചത് ഹൃദയസ്തംഭനമെന്ന് പറഞ്ഞാണ്. ഡോക്ടർമാർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏഞ്ചലിൻ്റേത് കൊലപാതകമെന്ന് തെളിഞ്ഞു. ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പിതാവ് ജോസ് മകളെ കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. ചൊവ്വാഴ്ച രാത്രി ജോസ്മോനും ഏഞ്ചലും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇതിനിടെ കഴുത്തിൽ തോർത്തുകുരുക്കി കൊലപ്പെടുത്തിയെന്നാണ് ജോസ് പോലീസിന് നൽകിയ മൊഴി. സംഭവം ഒരു രാത്രി ആരുമറിയാതെ മൂടിവെച്ചു. മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ജോസ്മോൻ തന്നെയാണ് അയൽവാസികളെ വീട്ടിലേക്ക് വിളിച്ചത്. രാവിലെ 7 മണിയോടുകൂടി താൻ എത്തുമ്പോൾ ഏഞ്ചലിനെ കട്ടിലിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം ഇമ്മാനുവൽ ന്യൂസ് 18നോട് പറഞ്ഞു. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഒരു ഊഹത്തിലെത്തിയത് ഈ കുട്ടി കിടന്നുറങ്ങുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്നിട്ടുണ്ടാകണം എന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. ശരീരം സ്റ്റിഫായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനവിടെ ചെല്ലുമ്പോൾ ഏകദേശം 7 മണിയായി. കൃത്യസമയം ഓർക്കുന്നില്ല, എങ്കിലും 7 മണിനോട് അടുത്ത സമയമാണ്. അപ്പൊ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കയറ്റിയാണ് കൊണ്ടുപോയത്. പോലീസ് പരിശോധന നടത്തുമ്പോൾ മൃതദേഹം മരവിച്ച അവസ്ഥയിലായിരുന്നു. രാത്രിയിലാണ് കൊലപാതകം നടന്നതെന്നാണ് നിഗമനം. ഏഞ്ചലും രക്ഷകർത്താക്കളും പിതാവിന്റെ മാതാപിതാക്കളുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. സംശയിക്കേണ്ട ഒരു കാര്യം തോന്നിയില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ വീട്ടിൽ ഈ പെൺകുട്ടിയെ കൂടാതെ അച്ഛനും അമ്മയും, അച്ഛന്റെ അച്ഛനും അച്ഛന്റെ അമ്മയും ആണുള്ളത്. വേറെ ആരുമില്ല. മാത്രമല്ല അതൊരു വഴക്ക ബഹളമൊന്നും നടക്കുന്ന ഒരു വീടല്ല. ആരുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു ചരിത്രമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ഈ പെണ്ണിന്റെ അച്ഛനാണെങ്കിൽ മദ്യപിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നയാളല്ല. ഹൃദയസ്തംഭനം എന്നാണ് ഇവർ ആശുപത്രിയിൽ നൽകിയ വിശദീകരണം. പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർമാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിനിടെ ജോസ്മോൻ കുറ്റം സമ്മതിച്ചു. ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസി ജീവനക്കാരിയായിരുന്നു ഏഞ്ചൽ. ഭർത്താവുമായി പിണങ്ങി 2 മാസത്തോളമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല, ആ പരിസരവാസികൾക്കും ഇതറിയുന്ന, അയാളെ അറിയുന്ന നാട്ടുകാർക്കും ഒക്കെ അത്ഭുതമാണ്. എന്തെങ്കിലും ഇതിനു മുമ്പ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലും പെട്ടിട്ടുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ന്യൂസ് 18 ആലപ്പുഴ.